കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ സംഭവം പിന്നെ നടന്നു. എന്നെ അതിലുണ്ടായ രണ്ടാൾ എന്നെ കാറിൽ കയറ്റി ഇതേപോലെ മദ്രസയിലേക്കും സ്കൂളിലേക്കും രണ്ടുപേരെടുത്തായതുകൊണ്ട് അങ്ങനെ പോകുന്ന വഴി എന്നെ വണ്ടിയിലേക്ക് കയറ്റി. ബ്ലാക്ക് താറ്. നമസ്കാരം. ഈ ന്യൂസ് എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല, സത്യം സീരിയസ്ലി പറയാം. എങ്കിലും പറയുക, കാസർഗോഡ് ബേക്കലില് 11 വയസ്സായ ഒരു കുഞ്ഞു പെണ്ണിന്, ഒരു പെൺകുട്ടിയെ ഏതോ നാറികൾ താർ എന്ന വണ്ടിയിൽ വലിച്ചു കയറ്റി, ഫാത്തിമ എന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ള വണ്ടിയിൽ വലിച്ചു കയറ്റി ആ കൊച്ചിന് ചെയ്യാൻ പാടില്ലാത്ത പല നാറിത്തനം ചില നാറികൾ ചേർന്ന് ചെയ്തു. ഇത് എത്രത്തോളം പുറത്ത് വരുമെന്നോ എത്രത്തോളം ഇതിന് ഒരു നീതി കിട്ടും എന്നൊന്നും എനിക്ക് അറിയത്തില്ല. കാരണം ഇത് ഒറ്റ ന്യൂസ് ചാനലിൽ പോലും വരുന്നില്ല. മാതൃഭൂമിയിൽ എങ്ങാണ്ട് ജസ്റ്റ് ഒരു പോസ്റ്റ് മാത്രം എങ്ങാണ്ട് വന്ന്, അല്ലാണ്ട് ഈ പറയുന്ന ഒറ്റ സ്ഥാപനത്തിലും ഈ സാധനം വരുന്നില്ല. പബ്ലിക് കേരളയിൽ മാത്രമാണ് ഇത് വന്നിട്ടുള്ളത്, മനസ്സിലായ? അല്ലാണ്ട് ആരും, ഒരു ന്യൂസ് ചാനലുകളും മെയിൻ സ്ട്രീം ന്യൂസ് ചാനലുകളും ഇതൊന്നും ഏറ്റെടുക്കുന്നില്ല. ഒരു പെൺകുട്ടി, 11 വയസ്സായ പെൺകുട്ടി, നാളെ നിങ്ങളുടെയോ എൻ്റെയോ മക്കളാകാം, പെങ്ങളാകാം, ആരും ആകാം. അവർക്ക് ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. പ്രതികരിക്കാൻ കഴിയാതെ അവസ്ഥ ഇവനെയൊക്കെ എന്ത് ചെയ്താൽ ചിലവാകുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവനൊക്കെ തീർത്താൽ പറ്റത്തില്ല, വേറെ ലെവലിൽ തീർക്കണം. പക്ഷെ അതൊന്നും നടപടിയാവുന്ന കേസല്ല, മനസ്സിലായ? അറ്റ്ലീസ്റ്റ് സ്ട്രോങ് ആയിട്ട് അന്വേഷിച്ച് ഇവന്മാരെ കണ്ടുപിടിക്കുകയെങ്കിലും ചെയ്യണം. കണ്ടുപിടിച്ചിട്ട് എൻ്റെ കാലത്ത് ഇവന്മാർ പുറംലോകം കാണാത്ത രീതിയിലെങ്കിലും ആക്കണം. കാരണം നാളെ നമ്മുടെ മക്കളും ആരെങ്കിലുമൊക്കെ, നമ്മുടെ നാട്ടുകാർ ആരെങ്കിലും, കുഞ്ഞു പെമ്പിള്ളാർ, ഇത് അങ്ങ് വേറെ വിദേശത്തൊന്നുമല്ല, നമ്മുടെ ഇന്ത്യയിൽ നടന്നതാണ്, കാസർഗോഡ്, കേരളത്തിൽ അവിടെ നടന്നതാണ്, മനസ്സിലായി? അതുകൊണ്ട് നാളെ ആർക്കും ഇത് സംഭവിക്കാതെ ഇരിക്കട്ടെ, എനിക്കത് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇന്ന് ഇതുപോലെ ചെയ്യുന്നവർക്ക് തക്ക ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇത് സംഭവിക്കാതെ ഒരു പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടൊന്നും തടയാൻ കഴിയത്തില്ല, എങ്കിലും ഒരു പോസിബിലിറ്റി. തക്ക ശിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യത്തിലൊക്കെ കൊടുക്കത്തില്ല, അതാണ് ശിക്ഷ മക്കളെ. ഇവിടെ നിന്ന് ഇതിനൊന്നും തക്കതായ ശിക്ഷയില്ല. ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് തൊട്ടാൽ അതിനിവിടെ തക്കതായ ശിക്ഷയില്ല. ഞാൻ വേറൊരു കേസ് പറയട്ടെ. ഇവൻ ഈ 2 പ്രാവശ്യമാണ് ഈ പെൺകുട്ടിയെ ഇതുപോലെ വണ്ടിയിൽ വലിച്ചു കയറ്റി ഉപദ്രവിച്ചത്. ഈ പെൺകുട്ടി വീട്ടിൽ പറഞ്ഞിട്ടില്ല. ആദ്യം ചെറിയ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു, അല്ലാതെ ഈ പറയുന്ന ഇതുപോലത്തെ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന കുട്ടി പറഞ്ഞിട്ടില്ല. പേടിച്ചിട്ടാ. ഈ പെൺപിള്ളേർ, അല്ലെ പോട്ടെ, മക്കള് വീട്ടുകാരോട്, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, മക്കള് വീട്ടുകാരോട് ഓപ്പണായിട്ട് അവർക്കുണ്ടായ ഒരു ദുരനുഭവം ആവട്ടെ നല്ല അനുഭവം ആവട്ടെ പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ അത് വീട്ടുകാരുമായിട്ടുള്ള കണക്ഷൻസിലുള്ള എന്തോ മിസ്റ്റേക്കാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, എന്തോ മിസ്റ്റേക്കാണ്. നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിരുന്ന ഒരിക്കലും മക്കളത് പറയാതിരിക്കത്തില്ല. ഈ 11 വയസ്സായ കുട്ടി ഇവൻ ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്തിട്ട് 1000 രൂപ എടുത്ത് കൊടുത്ത് ആ കൊച്ച അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ സത്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. അവസ്ഥ മദ്രസയിലോട്ടാണ് ആ കൊച്ചു പോകുന്നത്, ആ വഴിക്കാണ് ഇവന്മാർ ഈ പരിപാടി ചെയ്ത് കളഞ്ഞത്. താറ് ഫ്രണ്ടിൽ ഫാത്തിമ എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും പബ്ലിക് കേരളയിൽ വന്നിട്ടുള്ള ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം, അത് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ സംഭവം പിന്നെ നടന്നു. എന്നെ അതിലുണ്ടായ രണ്ടാൾ എന്നെ കാറിൽ കയറ്റി ഇതേപോലെ മദ്രസയിലേക്കും സ്കൂളിലേക്കും രണ്ടുപേരെടുത്തായതുകൊണ്ട് അങ്ങനെ പോകുന്ന വഴി എന്നെ വണ്ടിയിലേക്ക് കയറ്റി. ബ്ലാക്ക് താറ്. വണ്ടി മോള് കണ്ടാൽ തിരിച്ചറിയാം ബ്ലാക്ക് താറ്. ഇത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. അത് ഭീഷണിപ്പെടുത്തിയതിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വണ്ടി ബ്ലാക്ക് താറിൽ രണ്ടാളുണ്ടായിന്. ആ രണ്ടാളെ പിടിച്ചിട്ട് ബാക്കിലേക്ക് ഇട്ടു. ബ്ലാക്ക് താറ്. അപ്പോൾ എന്തായാലും താറാകുമ്പോൾ ബാക്ക് ഡോറൊന്നുമില്ല, സീറ്റ് മടക്കിയിട്ട് ബാക്കിലേക്ക് ഇട്ടത്. അയാൾ ഇറങ്ങിയിട്ട് വന്നിട്ട് അല്ല, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വന്ന് മോളെ പിടിച്ച് നേരെ ബാക്കിലിട്ട്, എന്നിട്ട് ബാക്ക് സീറ്റിലേക്ക് അയാൾ വന്നു. അങ്ങനെ മോളെന്നെ പറഞ്ഞു. ഈ വണ്ടി കണ്ടാൽ തിരിച്ചറിയും മോള്. ഫ്രണ്ടിലാണോ? ഫ്രണ്ട് മിററിൽ ഫാത്തിമ എഴുതിയിട്ടുണ്ട്. 2 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. എന്നിട്ട് കുറച്ച് ദൂരം ഒന്ന് കൊണ്ടുപോയി ഈച്ചിലിങ്കാൽ സ്കൂളിൽ കുറച്ച് ബാക്കിലേക്ക് വന്നിട്ട് അവിടെ. ഏത് സ്കൂളിന്റെ? ഈച്ചിലിങ്കാൽ സ്കൂളിന്റെ കുറച്ച് ബാക്കിൽ വണ്ടി നിർത്തിയിട്ട് കാറോടുന്നിട്ട് അയാൾ ബാക്കിൽ വന്നിട്ട് ബാക്കിലുണ്ടായാലും മുമ്പിൽ പോയി വന്നു. അവളോട് മോശമായ പലതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ആവർത്തിച്ചു. 3 പ്രാവശ്യം ഇതേപോലെ ചെയ്തു. അപ്പോൾ ഈ 2 പേര് തന്നെയായിരുന്നു ഇതേപോലെ ചെയ്തത്. ലാസ്റ്റത്തെ ദിവസം, 4ാമത്തെ ദിവസം, ലാസ്റ്റത്തെ ദിവസം നമുക്ക് 1000 രൂപ തന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പറയേണ്ടതെന്ന് പറഞ്ഞിന്. പക്ഷെ ഞാനത് ചുരുട്ടി അയാളെ മുഖത്തേക്ക് ഇടണം. ഞാൻ ബസ്സിൻ്റെ അടുത്ത് കൂടി. എത്ര രൂപ തന്നെ? 1000 രൂപ മോൾക്ക് തന്നു. പക്ഷെ ഞാനത് വാങ്ങിയില്ല. അത് ചുരുട്ടി അയാളെ മുഖത്തേക്ക് തന്നെ തന്നിട്ട്. അപ്പോൾ ആദ്യത്തെ ഈ ഭീഷണി മോള് ഉമ്മനോട് പറഞ്ഞു, മോള് പോകുമ്പോണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നടന്ന കാര്യങ്ങൾ മോള് ഉമ്മാനോടോ ബാക്കിയുള്ളവരോട് പറയാത്തതിന്റെ കാരണം എന്താ? അത് ഈ ആളേല്, രണ്ടാമത്തെ ആളേല് മൊബൈൽ ഫോൺ ഉണ്ടായിന്. അതുകൊണ്ട് നമുക്ക് ഒരു ചെറിയൊരു ഡൗട്ട്, വീഡിയോ മറ്റു എടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡൗട്ട് കാരണം ഞാൻ ആരോടും പറഞ്ഞിട്ടാ. അങ്ങനെ ഞാൻ
കഴിഞ്ഞ ശനിയാഴ്ച ഇത്ത തന്നെ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്ത തന്നെ മുകളിൽ കൊണ്ടുപോയി കാര്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള പോലെ ഉള്ള പോലെ തന്നെ ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറഞ്ഞു. അപ്പോൾ ഇത്താത്ത അയച്ചാൽ വിളിച്ചിട്ട് നടന്ന സംഭവമൊക്കെ പറഞ്ഞിട്ട് ടീച്ചറിനെ കൂട്ടി ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതേപോലെ തന്നെ പറഞ്ഞ് കേസെടുത്തു. മോളെ ഈ വലിച്ചു കൊണ്ടുവന്ന സമയത്ത് മോളെ മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടാവില്ലേ? പൊട്ടിയിട്ടുണ്ട്, മുട്ടൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉമ്മ കണ്ടിരുന്നില്ലേ? മുട്ട പൊട്ടിയിട്ട് കൈക്ക് കുറേ കലകളുണ്ട്, കുറേ കലകളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഉമ്മ കണ്ടിരുന്നില്ലേ? കണ്ടിനി. ഞാൻ ബസ്സിൽ കയറുമ്പോൾ കള്ളം പറഞ്ഞു. ഇവരെ പേടിച്ചിട്ടാണ് മോൾ അങ്ങനെ പറയാനുള്ള കാരണം. അതിനുശേഷം ഈ രണ്ടാമതും കൊണ്ടുപോയത് ഇങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണ് അല്ലേ? അപ്പോൾ മോൾക്ക് ഓടാനോ ഇതാക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു സ്ഥലം കുറച്ച് ആൾക്കാരിലുള്ള ഒരു സ്ഥലമല്ലേ? അല്ല, ഇടവഴിയല്ല അല്ലേ? ആൾക്കാര് കുറേ ഇല്ല. ആ സമയം ആരും ഉണ്ടാവില്ല, രാവിലെ. അപ്പം അങ്ങനെ ഒരു വിഷയം ഇതിൽ കുട്ടി വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഞാൻ അത്ഭുതത്തോട് കൂടിയിട്ട് കേൾക്കുകയാണ്. കാരണം എന്താണ് സംഭവിച്ചത്? അപ്പോൾ ഈ പ്രതിയെ പിന്നീട് പോലീസുകാർ മോള് പറഞ്ഞ ആളാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മോളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ടവല് കിട്ടിയപ്പോൾ മനസ്സിലായി. ആൾ മുഖത്ത് ടവല് കിട്ടിയപ്പോൾ ആൾ തന്നെ നമുക്ക് നല്ല ഉറപ്പ്, 100% നല്ല ഉറപ്പുണ്ടായിനി. അതുപോലെ അയാൾ തന്നെ വേറെ അയാൾ തന്നെയാണ്. ഹൈറ്റ് പറഞ്ഞിട്ടും അതെ ഒരാളുണ്ടായിരുന്നു. ഒരു 4 പേരുണ്ട് ഇവരുടെ ഒരു ഗ്യാങ്ങിൽ അല്ലേ? 4 പേരുണ്ട്. ഫസ്റ്റ് ദിവസം 4 പേരേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഉള്ള ദിവസം രണ്ടാളുണ്ട്. വല്ലാത്ത അവസ്ഥയോടോ, വല്ലാത്ത അവസ്ഥ. കാണുമ്പോൾ സത്യം പറഞ്ഞ എന്താണ് ഇവിടെ നടക്കുന്നത്? കിളി പറക്കുക. എടാ നാറികളെ, നിനക്കൊക്കെ 11 വയസ്സായ പെണ്ണിനെ കിട്ടിയിട്ടോ? എടാ നിനക്ക് ഇത്ര കാഴ്ച കൊടുക്കും പൈസ കൊടുത്ത് പോടാൻ. ഇത്ര കിടക്കണമെങ്കിൽ 11 വയസ്സായ കൊച്ചിനെടാ നിനക്കൊക്കെ കിട്ടിയത്. മോന്മാര് നിനക്കൊക്കെ എന്തിൻ്റെ വേറ ഇത്? ദയവ് ചെയ്ത് ഇവനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വിടരുതേ, എൻ്റെ പൊന്നു മക്കളെ വിടരുതേ. ഈ പൈസയുടെയും സ്വാധീനത്തിൻ്റെ പേരിലൊന്നും ദയവ് ചെയ്ത് വിട്ട് കളയരുത്. ഇനി അവൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെ ആരുടെയെങ്കിലും കാലത്ത് പോലും അവനൊക്കെ ഒരു ഇതും ചെയ്യരുത്. എടാ നിനക്ക് എങ്ങനെ തോന്നിയടാ 11 വയസ്സുള്ള ഒരു കൊച്ചു പെണ്ണിനെ എങ്ങനെ ചെയ്യാൻ? എങ്ങനെ തോന്നിയടാ അവനൊക്കെ? എങ്ങനെ തോന്നി? സത്യം കാണുമ്പം കൈ വിറയ്ക്കണം ഇതൊക്കെ പോലത്തെ ന്യൂസുകൾ കാണുമ്പോൾ. എന്ത് ധൈര്യത്തിലാടാ നമ്മളൊക്കെ മക്കളെയൊക്കെ ഇങ്ങനെ. എനിക്ക് അറിഞ്ഞുകൂടാ. ദയവ് ചെയ്ത് വീട്ടുകാരൊക്കെ എപ്പോഴും മക്കളുമായിട്ടൊരു ഫ്രണ്ട്ലി രീതി ആയിരിക്കണം. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും വന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരിക്കണം ദയവ് ചെയ്ത് മക്കളെയൊക്കെ വളർത്തുക. നമുക്കൊന്നും പറയാൻ പറ്റില്ല. നാളെ നമുക്ക് സേഫ് അല്ല, ആരും ഇവിടെ സേഫ് അല്ല. ഇതിന് ഇവിടുത്തെ ലോ ആൻഡ് കാര്യങ്ങളാണ് ഒരു വിഷയം. കാരണം ഇതുപോലെ ചെയ്യുന്നവന്മാർക്ക് തക്കതായ നിയമ നടപടികൾ ഉണ്ടാകുകയും ഈ വേറൊന്നും വേണ്ട, ഗൾഫ് രാജ്യത്തിലൊക്കെ ഉണ്ടാകത്തില്ലേ കട്ടിങ് ഷേവിങ്, ആ സാധനങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഇവിടെ അറയ്ക്കും. അവിടെ എന്തുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളില്ല? അത്രയും ചിന്തിച്ചാൽ മതി. അവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ചിന്തിച്ചാൽ മതി. ഇവിടുത്തെ നിയമങ്ങൾ അത്രയും ഉള്ളൂ. ആ ഒരു സാധനം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊക്കെ നടക്കുന്നത്. ഇവിടെ ഇങ്ങനെ നടക്കും, അതിൽ മാറ്റമില്ല. കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമം തോന്നുകയാണ്, വിഷമം. അവസ്ഥയടാ അവസ്ഥ. അല്ല എന്ത് പറയാനാ ഇതൊക്കെ? ആ മോള് വന്നിരുന്ന് പറയാണ്, എന്നിട്ട് അവൻ്റെ 1000 രൂപ എടുത്ത് എറിഞ്ഞു കൊടുത്തെന്ന്. അവസ്ഥ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യും. മെയിൻ സ്ട്രീം ന്യൂസൊന്നും എടുക്കുന്നില്ലടാ, വേണ്ട, അവർക്കിതൊന്നും വേണ്ട. ആരോ എന്തോ ഇനി വല്ലവനും ആണോ എന്തോ വന്ന് ഈ പരിപാടി ചെയ്ത് വെച്ചിട്ട് പോയത്. താറക്കുണ്ടല്ലോ, താറക്കുള്ളതുകൊണ്ട് വലിയ ടീംസ് ആയിരിക്കുമല്ലോ. എന്തായാലും ലൊട്ടിലൊടുക്ക ടീംസ് ആവാൻ ചാൻസ് ഇല്ല. എന്തായാലും ഫാത്തിമ എന്ന് ഫ്രണ്ടിൽ എഴുതിയിട്ടുള്ളത് അതിന് മുമ്പേ വലിച്ചീറി ഇളക്കി കളഞ്ഞാണ്, അത് വേറെ കാര്യം. അത് ഫാത്തിമ വെച്ചിട്ട് ഇനി അന്വേഷണം നടത്തണ്ട. ഫാത്തിമ ഉള്ള താറും തപ്പി, അതാവും വലിച്ചീറി എടുത്ത് എറിഞ്ഞാണ്. കഷ്ടം. ആ പെൺകൊച്ചിന് നീതി കിട്ടട്ടെ. ഇനി ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. അവസ്ഥയുടെ അവസ്ഥ. നമ്മുടെ നിയമം എന്നോന്തോ ഇതിനൊക്കെ സ്ട്രോങ് ആയാലേ നമ്മുടെ നാട് നന്നാവാത്തുള്ളൂ. ഒരു പെൺകുട്ടിക്ക് ദുബായിൽ ഇറങ്ങി നടക്കുന്ന ഏത് പാതിരാത്രി ഇറങ്ങി നടന്നാലും അവൾ സേഫാണ് അവിടെ. പക്ഷെ അതേപോലെ ഇവിടെ പാതിരാത്രി ഇറങ്ങി നടന്നുള്ള അവസ്ഥ ആലോചിച്ചു. അവളെ കാണുന്ന കണ്ണിലൂടെ കാണുന്ന കാഴ്ച അവൾ മറ്റേ ടൈപ്പാ എന്നുള്ള രീതിയിലൊക്കെയാണ് കാണുന്നത്. അങ്ങനെയൊക്കെ ഇറങ്ങി നടന്നാൽ അതാണ് ഇവിടെയും അവിടെയും തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ അവസ്ഥ അല്ലാതെ എന്ത് പറയാൻ? ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ.